ഇതിലെ നമുക്കറിയാം എന്തൊക്കെയാണ് ഇതിലെ വെല്ലുവിളികൾ. അത് ഏത് തരത്തിൽ, അതായത് നമുക്കുള്ള ഒരു ആശങ്ക ഇത് കേരള തീരത്തേക്ക് എത്താൻ വലിയ ആഘാതം, ഇത് പാരിസ്ഥിതിക ആഘാതം ഇത് ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ കേരള തീരത്തെ ഇത് ബാധിക്കുമോ? ബാധിച്ചാൽ തന്നെ എങ്ങനെയായിരിക്കും? ഹലോ, താങ്ക് യു സോ മച്ച് ഫോർ ദി ഇൻവിറ്റേഷൻ. അപ്പൊ ഞാൻ ഇതൊരു എന്തായാലും കുറച്ചൊരു കൺസേൺ ഉള്ള രീതിയിലുള്ള ഒരു ആക്സിഡന്റ് തന്നെയാണ്. ഫസ്റ്റ് തിങ്, വളരെ ഹാസാഡസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് തന്നെ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ വളരെ ഇൻഫ്ലൈമബിൾ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി കത്തുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ ചുമ്മാ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് കൺട്രോൾ. അത് വേ ഇറ്റ് ഈസ് സ്പ്രെഡിങ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഇതിന്റെ അകത്ത് നമ്മളുടെ ഒരു 88 നോട്ടിക്കൽ മൈൽസ് പറയുമ്പോൾ അറൗണ്ട് ഒരു 150 കിലോമീറ്റേഴ്സിന് അപ്പുറത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ കടലിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കടൽ വളരെ ഡൈനാമിക് എൻവറോൺമെന്റ് ആണ്. രണ്ടു നേരം ഹൈ ടൈഡ്, ലോ ടൈഡ്, അല്ലാതെ കറൻസ്. അപ്പൊ ഇതെല്ലാം കടലിൽ വീണിട്ടുള്ള സാധനങ്ങളെ ഡൈല്യൂട്ട് ചെയ്യുകയും മിക്സ് ചെയ്യുകയും അതിന്റെ ഒഴുക്കനുസരിച്ച് പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇതിനകത്ത് ടോക്സിക് സാധനങ്ങളുണ്ട്. ടോക്സിക് സാധനങ്ങൾ എന്തായാലും കാര്യമായിട്ട് ഡൈല്യൂട്ട് ചെയ്യപ്പെടും. പക്ഷെ നമ്മളുടെ കോസ്റ്റിൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ഹൈ കോൺസെൻട്രേഷനിൽ ഓർഗാനിസത്തിൽ റീച്ച് ചെയ്യുകയും ഒരു മോർട്ടാലിറ്റി ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ സാധനങ്ങൾ ഒരു ഫുഡ് ചെയിനിൽ കൂടി അത് ബിൽഡപ്പ് ചെയ്തിട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം ഒരു പ്രോബ്ലം ആകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അതിന് കൃത്യമായിട്ടുള്ള സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടതായിട്ട് വരും. അത് നമ്മളുടെ ഇവിടെ CMFRO, CAFTO ഇല്ലെങ്കിൽ CMLRO ഉണ്ട്, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ, ഇവർക്കൊക്കെ അതിന്റെ അകത്ത് ആക്റ്റീവായിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. സിസ്റ്റമാറ്റിക് റിസർച്ച് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ആസ് മച്ച് ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ഈ ആക്സിഡന്റ് ഉണ്ടായി കണ്ടെയ്നറുകൾ വീണ സ്ഥലത്തിനോട് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ സാമ്പിൾസ് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പിൾസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യവും അതിലുള്ളത് എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതുമാണ്. അതിന്റെ റിലേറ്റഡ് ടോക്സിസിറ്റിനെ കുറിച്ച് ഫർദർ റിസർച്ച് പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അത് നോക്കിയിട്ട് അതെങ്ങനെയാണ് ഫുഡ് ചെയിനിൽ ബിൽഡപ്പ് വരിക, അതെങ്ങനെയാണ് കടലിന്റെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുക എന്നുള്ളത് ഫർദറായിട്ട് ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, താങ്ക് യു പ്രൊഫസർ മുഹമ്മദ് ഫത്ത പ്രതികരിച്ചതിന്. കുസാറ്റിന്റെ മുൻ ഡയറക്ടറാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഇതിൽ പല രീതിയിലുള്ള പരിശോധനകൾ, ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് കടൽ സമ്പത്തിനെ, അതിലെ ആവാസ വ്യവസ്ഥയെ ഇതൊക്കെ ബാധിക്കുക എന്നൊക്കെയുള്ള കാര്യത്തിൽ വളരെ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കേരള തീരത്തെ ഇത് അധികമായി ബാധിക്കില്ല. പക്ഷെ കാലാവസ്ഥയ്ക്ക് കൂടി അനുസരിച്ചായിരിക്കും ഇനി ബാധിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഓയിലുകളൊക്കെ ലീക്കായി ഈ പറയുന്ന മാരകമായിട്ടുള്ള വിഷാംശമൊക്കെയുള്ള കണ്ടെയ്നറുകൾ പൊട്ടി ഒക്കെ എത്തുകയാണെങ്കിൽ പോലും 2-3 ദിവസം എടുക്കുന്ന അത്രയും ദൂരെയാണ് ഉള്ളത്. അതുകൊണ്ട് തീരത്തെ ബാധിക്കില്ല എന്നുള്ള ഹോപ്പിലാണ് ഇപ്പോഴുള്ളത്. പക്ഷേ മത്സ്യസമ്പത്തിനെ ഇല്ലെങ്കിൽ കടലിലെ ഒരു ആവാസ വ്യവസ്ഥയെ ബാധിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള പരിശോധനകളും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും ഇനി നടത്തേണ്ടതുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.